പാർട്ടി തട്ടകത്തിൽ അടിതെറ്റി കേരള കോൺഗ്രസ് എം 87,266 വോട്ടുകൾക്കാണ് കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ ആധികാരിക വിജയം. പോൾ ചെയ്ത വോട്ടിൽ 33.17% മാത്രമാണ് LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടന് ലഭിച്ചത്. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി 1,65,046 വോട്ട് നേടി കരുത്തുകാട്ടി. പോസ്റ്റൽ ബാലറ്റ് എണ്ണിയപ്പോൾ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് ലീഡ്. EVM എണ്ണി തുടങ്ങിയപ്പോൾ ആദ്യ റൗണ്ടിൽ ലീഡ് തോമസ് ചാഴികാടന് 200 വോട്ടിന്റെ മാത്രം ലീഡ്. രണ്ടാം റൗണ്ടിൽ ലീഡ് 1,649 ഫ്രാൻസിസ് ജോർജ് കളം പിടിച്ചു. പിന്നീട് ഒരു ഘട്ടത്തിലും ഫ്രാൻസിസ് ജോർജിന്റെ ഭൂരിപക്ഷം താഴേക്ക് പോയില്ല. 30,000 വരെ മാത്രം ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിടത്തു നിന്നും കുതിച്ചുയർന്ന ഭൂരിപക്ഷം. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ കടുതുരുത്തിയിലും കേരള കോൺഗ്രസ് ചെയർമാൻ കൂടിയായ ജോസ് കെ മാണിയുടെ പാലായിലടക്കം വ്യക്തമായ ലീഡ് നേടിയാണ് ഫ്രാൻസിസ് ജോർജ് ജയിച്ചു വന്നത്. ശ്രീ PJ ജോസഫ് സാർ നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിക്ക് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള വലിയൊരു അംഗീകാരമാണിത്. അപ്പൊ ആ നിലയിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പരാജയം അംഗീകരിക്കുന്നുവെന്നായിരുന്നു LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടന്റെ പ്രതികരണം. വലിയ പരാജയത്തിന്റെ കാരണം പഠിക്കും. ജനങ്ങളുടെ തീരുമാനത്തെ ശിരസ വഹിക്കുന്നു, പൂർണ്ണമായും അംഗീകരിക്കുന്നു. പരാജയം തന്നെയാണ്. ആ പരാജയത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് വിശദമായ പഠനം നടത്തും. ഇന്ത്യ മുന്നണി സഖ്യം അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് കോൺഗ്രസിന് വീണ്ടും കേരളത്തിൽ ഭൂരിപക്ഷം നൽകിയെന്നായിരുന്നു പരാജയത്തിൽ ജോസ് കെ മാണിയുടെ പ്രതിരോധം. ഏറ്റവും പ്രധാനമായും കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ത്യ മുന്നണി രൂപീകരിച്ചു. ആ ഇന്ത്യ മുന്നണിക്ക് അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. ഫസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് ആ കേന്ദ്രത്തിൽ വരണം എന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വളരെയധികം വോട്ടുകൾ പോയിട്ടുമുണ്ട്. യഥാർത്ഥ കേരള കോൺഗ്രസിനെ ജനം മനസ്സിലാക്കിയെന്ന് PJ ജോസഫിന്റെ മറുപടി. കേരള കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായി ഞങ്ങൾ ഇതിനെ കാണുന്നു. ചിഹ്നം ഓട്ടോറിക്ഷയാണെന്ന് ജനം അംഗീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ NDA സ്ഥാനാർത്ഥിയായിരുന്ന PC തോമസ് പിടിച്ച 1,06,259 എന്ന സംഖ്യ തുഷാർ വെള്ളാപ്പള്ളി മറികടന്നു. സമുദായ സംഘടനയുടെ ഉപാധ്യക്ഷൻ പദവിയും NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് വോട്ട് കൂടാൻ കാരണമായി. കേരള കോൺഗ്രസ് എമ്മിനെ പാലയിലടക്കം തറപറ്റിച്ചാണ് ഫ്രാൻസിസ് ജോർജിന്റെ ഈ ആധികാരിക വിജയം. UDFന്റെ കോട്ട കാത്തു എന്നുള്ള അഭിമാനം കൂടിയുണ്ട് ഇത്തവണ. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ.